ഇന്ന് നമ്മോടുകൂടെ ഉള്ളത് CMI കോൺഗ്രിഗേഷൻ്റെ കെന്യ റീജിയണൽ സുപ്പീരിയറായ ഫാദർ ജോണി തച്ചുപറമ്പിലാണ്. നമുക്ക് അച്ഛനെ സ്വാഗതം ചെയ്യാം. അച്ചോ നമസ്കാരം. നമസ്കാരം. അച്ചോ, ഇപ്പം ഫിയാത്തിൽ നിങ്ങളിപ്പം വന്ന് നല്ലൊരു സ്റ്റോൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ അച്ചോ, ഇതിൻ്റെ എന്നാണ് എയിംസും എങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നു ഇപ്പോൾ ഫിയാത്തിൻ്റെ ഈ പ്രോഗ്രാമിന് വന്നേന്? ഓക്കെ, ഞാൻ കെനിയയിൽ സെൻറ്റ് തോമസ് റീജിയൻ ഈസ്റ്റ് ആഫ്രിക്കയുടെ റീജിയണൽ സുപ്പീരിയറാണ്. ഞാൻ കെനിയയിലെ റീജിയണൽ സുപ്പീരിയറായിട്ട് 3 ടേമായിട്ട് ജോലി ചെയ്യുന്നു. ഞങ്ങൾ 26 അച്ഛന്മാരവിടെയുണ്ട്. അതിൽ 14 പേര് കെനിയൻസാണ്. ബാക്കി 12 പേര് തൃശ്ശൂർ ദേവമാതാ പ്രവിശ്യയിൽപ്പെട്ടവരാണ്. ഇപ്പം ഞങ്ങൾ കെനിയയിൽ നിന്നും അതുപോലെ തന്നെ ടൻസാനിയയിൽ നിന്നും ഉഗാണ്ടയിൽ നിന്നുമായിട്ട് ഞങ്ങൾക്ക് 30ഓളം വൈദിക സെമിനേറിയൻസ് പല കാലഘട്ടത്തിൽ ആയിട്ടുള്ളവരുണ്ട്. ഇപ്പോൾ 3 പേര് ഡീക്കന്മാരായിട്ടുണ്ട്. പിന്നെ 21 പേര് ഇപ്പോൾ ബാംഗ്ലൂർ പഠിക്കുന്നുണ്ട്. അവിടെ പഠിക്കുന്ന 6 ചെമ്മാച്ചന്മാരാണ്. അതിൽ 4 പേര് കെനിയൻസും 2 പേര് മഡഗാസ്കറിൽ നിന്നുള്ളവരാണ് ഇന്ന് ഈ സ്റ്റോളിൽ ഫിയാത്തിൻ്റെ മിഷൻ ഇതിൽ വന്നിരിക്കുന്നത്. അച്ചോ, ഇപ്പം ഈ സ്റ്റോൾ ഇപ്പം നിങ്ങൾ ചെയ്തിരിക്കുന്നത് ഇപ്പം മഡഗാസ്കർ, കെന്യ, മഹാരാഷ്ട്ര റീജിയൻ ഉൾപ്പെടുത്തിയാണ്. അപ്പോൾ ഈ ബ്രദേഴ്സ് വന്നിരിക്കുന്ന അവർ കെനിയയിൽ നിന്ന് വന്നതിന് ഇവിടെ പഠിക്കാൻ വേണ്ടി വന്നവരാണോ? ഞങ്ങളുടെ ഫോർമേഷനിൽ ആദ്യം അസ്പയറൻസി, പിന്നെ നൊവിഷ്യേറ്റ്, പിന്നെ ഫിലോസഫി, പിന്നെ റീജൻസി, തിയോളജി. ഞങ്ങൾ സാധിക്കാവുന്ന വിധത്തിൽ ഫിലോസഫി പഠിക്കാനായിട്ട് അവർ ധർമ്മരാമിൽ ബാംഗ്ലൂരിലേക്കാണ് കൊണ്ടുവരുന്നത്. ധർമ്മരാമിൽ സെക്കൻഡ് ഇയർ ഫിലോസഫി പഠിക്കുന്ന 6 പേരാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നവർ. അവർ കെനിയയിൽ നിന്ന് 4 പേര്, മഡഗാസ്കറിൽ നിന്ന് 2 പേര്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ. അച്ചോ, താങ്ക് യു വെരി മച്ച് അച്ഛൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിന്. നമുക്കിനിയും നേരെ സ്റ്റോളിലോട്ട് പോകാം. അപ്പം നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് CMI സഭയിലെ ദേവമാതാ പ്രൊവിൻസിലെ മഡഗാസ്കർ, കെനിയ, ഒപ്പം തന്നെ മഹാരാഷ്ട്ര സെക്ഷനുകളിലെല്ലാം തന്നെയുള്ള ആ ഒരു ടീം മെമ്പേഴ്സിൻ്റെ ഒപ്പമാണ്. നമ്മളോടൊപ്പം ചേരുന്നത് ബ്രദർ അമലാണ്. എന്തൊക്കെയാണ് നമ്മുടെ ഈ ഒരു പ്രവർത്തനങ്ങൾ വഴിയായിട്ട് മറ്റുള്ളവരിലേക്ക് എന്തൊക്കെയാണ് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം? നമ്മളവിടെ ചെയ്യുന്നത് പാസ്റ്ററൽ വർക്കുകൾ കാര്യങ്ങളൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. പിന്നെ എഡ്യൂക്കേഷൻ മിനിസ്ട്രി നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അവിടെയുള്ള കാര്യങ്ങൾ നമുക്കറിയാം. അപ്പോൾ അവിടെയുള്ള വിദ്യാർത്ഥികൾ നമ്മൾ പിക്കപ്പ് ചെയ്ത് നല്ല രീതിയിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നു. പിന്നെ പാസ്റ്ററൽ കെയർ നമ്മൾ കൂദാശകൾ ചെയ്യുന്ന പോലെ തന്നെ എല്ലാ മിനിസ്ട്രീസും നല്ല രീതിയിൽ തന്നെ നമ്മളവിടെ കെനിയ, മഡഗാസ്കർ, മഹാരാഷ്ട്ര മിഷൻസ് നമ്മൾ സ്റ്റേഷനിൽ നമ്മൾ നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. നമുക്ക് പിന്നെ അവിടെ റിട്രീറ്റ് സെൻ്റർ ഉണ്ട്. പിന്നെ ഡിസേബിൾ ആയിട്ടുള്ള സ്റ്റുഡൻസിനെ ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്. താങ്ക് യു ബ്രദറെ. അപ്പം ബ്രദർ പറഞ്ഞതുപോലെ തന്നെ ഡിസേബിൾഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിനും അതുപോലെ തന്നെ റിട്രീറ്റ് സെൻറ്ററുകളും എല്ലാം അവരവിടെ ചെയ്യുന്നുണ്ട്. നമുക്കറിയാലേ, ചാവറ പിതാവ് തുടക്കമായിട്ടുള്ള ഒരു കാര്യമുണ്ട്, ഒരു പള്ളിക്ക് ഒരു പള്ളിക്കൂടം എന്ന് പറയുന്നത്. അപ്പം അതിൽ നിന്നൊക്കെ ഇപ്പം കൂടുതൽ ആ ഒരു വാക്കിൽ, ആ ഒരു ആദർശവാക്യത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെയാണ് ഇവർ ഓരോ പ്രവർത്തനങ്ങളും ഇപ്പോൾ ഡിസേബിൾഡ് ആയിട്ടുള്ളവർക്കും റിട്രീറ്റ് സെൻറ്ററുകളും അങ്ങനെ എല്ലാം തുടക്കം കുറിച്ച് അതുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇനിയും ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മുടെ പ്രൊവിൻസ് വഴിയായിട്ട് എല്ലാ അനുഗ്രഹങ്ങളും ദൈവം നൽകട്ടെ എന്ന് ആശംസിക്കുന്നു. അവിടെ നിന്നുള്ള പ്രദേശമാണ് ഇവിടെ ഉള്ളത്, കെനിയൻ, മഡഗാസ്കർ. അപ്പോൾ അവർ നമുക്ക് വേണ്ടി ഒരു കെനിയൻ ഗാനം ആലപിക്കുന്നതായിരിക്കും.